കേന്ദ്ര സർക്കാരിന്റെ തലതിരിഞ്ഞ നയങ്ങൾക്കെതിരെയും ഒപ്പം റെയിൽവേയോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യചങ്ങല ഇന്നാണ് നടക്കുന്നത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ ഇങ്ങ് തിരുവനന്തപുരത്ത് രാജ്ഭവൻ വരെ നീളുന്ന ആയിരങ്ങൾ അണിനിരക്കുന്ന ഒരു മനുഷ്യചങ്ങലയാണ് ഡിവൈഎഫ്ഐ തയ്യാറാക്കുന്നത്. ആ വലിയ പ്രതിഷേധമാണ് അവർ അറിയിക്കാൻ ഒരുങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായും കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ഈ ഒരു സമരത്തിൽ ഉണ്ടാകും. കേന്ദ്രത്തിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ടാകും. ആ വാർത്തകളൊക്കെ തന്നെ ഇന്ന് വൈകുന്നേരം മുതൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ നിങ്ങളെ കാണിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി എന്നേ പറയാനുള്ളൂ. ഇന്നത്തെ ഈ ഒരു സമരത്തെ മറച്ചുവെക്കാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ അണിയറയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് പലതരത്തിലുള്ള ആളുകളുണ്ട്. അതിൽ ഇന്നത്തെ ഷാർജ ഫ്ലൈറ്റ് മിസ്സാകുന്ന വീട്ടമ്മ, അല്ലെങ്കിൽ അമ്മയെ കാണാതെ കരയുന്ന കുട്ടി, സ്വിഗ്ഗിയിലെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡ് ഡെലിവറി പാർട്ണർ അദ്ദേഹത്തിന് ഭക്ഷണം ഡെലിവറി ചെയ്യാൻ പറ്റാതെ തടഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ രോഗിയുമായി പോകുന്ന ആംബുലൻസ് തടയുന്നു. അങ്ങനെ നിരവധി കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സമരത്തെ എങ്ങനെയെങ്കിലും തകർക്കാനുള്ള നീക്കമായിരിക്കും ഇന്നത്തെ മാധ്യമങ്ങൾ ചെയ്യാൻ പോവുക എന്നത് ഞാൻ മുൻകൂട്ടി പറഞ്ഞേക്കാം. ഇനി ഈ ഒരു മനുഷ്യചങ്ങലയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള ചർച്ചകൾ സംഘടിപ്പിക്കാതെ മാധ്യമങ്ങൾ ഇന്ന് എന്തൊക്കെയായിരിക്കും കാണിച്ചു കൂട്ടുക എന്നതിനെ പറ്റി പല ആളുകളും അവരുടെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അത് വെറുതെ എഴുതിയിരിക്കുന്നതല്ല. മുൻകാലങ്ങളിൽ എങ്ങനെയാണോ ഡിവൈഎഫ്ഐയുടെ സമരം കൃത്യമായി ഈ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ കൊടുത്തിരുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് പലരും ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ഇന്ന് അത്തരത്തിലൊരു കുറിപ്പ് കാണാനിടയായി. അതിലൊരു കുറിപ്പ് ഞാൻ വായിക്കാം. അതായത്, മനുഷ്യചങ്ങലയെ പറ്റിയുള്ള ലൈവ് വാർത്തകൾ ഇന്ന് വൈകിട്ട് 3 മണി മുതൽ ചാനലുകൾ ബ്രേക്ക് ചെയ്തു തുടങ്ങും. റോഡ് ബ്ലോക്കിൽ ഷാർജ ഫ്ലൈറ്റ് മിസ്സായ വീട്ടമ്മ, റോഡിനപ്പുറത്ത് മമ്മിയെ കാണാതെ കരയുന്ന പിഞ്ചുകുട്ടി, ഇടത് കൈ ഇല്ലാത്ത യുവാവിനാൽ മുറിക്കപ്പെട്ട ചങ്ങല, നിയമം ലംഘിച്ച് സമരത്തിന് ആളെ കൊണ്ടുവന്ന സ്കൂൾ ബസ്, കാവി നിറമുള്ള കാറിൽ വന്നിറങ്ങിയ പാർട്ടിക്കാരൻ, സമരക്കാർ സ്വിഗ്ഗി സ്കൂട്ടി തടഞ്ഞ കാരണം ചൂടാറിപ്പോയ പിസ, അങ്ങനെ ഇനിയും എന്തൊക്കെ എന്നുള്ള രീതിയിലേക്കാണ് ഈ ഒരു പോസ്റ്റ് അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സമരത്തിന്റെ എന്താണ് അതിന്റെ ലക്ഷ്യം, എന്താണ് അതിന്റെ ഉദ്ദേശം എന്നൊന്നും അറിയാത്ത മാധ്യമങ്ങളല്ല ഇവിടെ ഉള്ളത്. പക്ഷെ അവർക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമരത്തെ ഒന്ന് താറടിച്ച് കാണിക്കുക. ഈ സമരം കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കും ഇന്നത്തെ മുഖ്യധാര മാധ്യമങ്ങൾ നടത്തുക എന്നാണ് ഈ ഒരു പോസ്റ്റിൽ പറയുന്നിരിക്കുന്നത്. സമാനമായ മറ്റൊരു പോസ്റ്റും ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയാണ്: താഴെ പറയുന്ന താൽക്കാലിക തസ്തികകളിലേക്ക് അത്യാവശ്യമായി ആളെ ആവശ്യമുണ്ട്. ആശുപത്രിയിലേക്ക് പോകുന്ന ഗർഭിണി, അമ്മയെ കാണാതെ വിഷമിച്ചിരിക്കുന്ന കുട്ടി, പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥി, എയർപോർട്ടിലേക്ക് പോകുന്ന പ്രവാസി. നിയമനം ഇന്നൊരു ദിവസത്തേക്ക് മാത്രം, സാലറി ഒന്നുമില്ല, പത്രത്തിലും ചാനലിലും ഫോട്ടോ വരും. താല്പര്യമുള്ളവർ ഇന്ന് മനോരമ ഓഫീസിൽ ബന്ധപ്പെടുക എന്നാണ് മറ്റൊരു പോസ്റ്റ്. അതായത്, ഈ പോസ്റ്റിലൊക്കെ കൃത്യമായി പറയുന്ന ഒരു കാര്യം, മാധ്യമങ്ങൾ ഇന്നത്തെ ഈ ഒരു മനുഷ്യചങ്ങലയുമായി ബന്ധപ്പെട്ട വിഷയത്തിനെ ചർച്ച ചെയ്യാതെ പകരം ഇന്ന് ആ റോഡിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാത്രം വാർത്തയാക്കാനും ഇല്ലെങ്കിൽ ഉണ്ടാക്കി വാർത്തയാക്കാനുമുള്ള ശ്രമമായിരിക്കും നടക്കുക. അതിനിടയിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ മനഃപൂർവ്വം ചില പ്രതിസന്ധി സൃഷ്ടിക്കാനും ഇല്ലെങ്കിൽ മനഃപൂർവ്വം നാടകം അഭിനയിക്കാനും വരുന്ന ചില ആളുകൾ ഇവിടെ ഈ ഭാഗത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ മാധ്യമ സൃഷ്ടിയാകാം, ഇല്ലെങ്കിൽ എതിർ പാർട്ടിക്കാർ അയക്കുന്ന ആളുകളുമാകാം. അത്തരത്തിലുള്ള ആളുകൾ ചിലപ്പോൾ വന്നൊരു ഷോ ഓഫ് നടത്തും. അത് ഇന്നത്തെ മാധ്യമങ്ങൾ കൃത്യമായി തന്നെ കവർ ചെയ്യും. നാളത്തെ പത്രത്തിൽ ഫോട്ടോ സഹിതം നാളെ കാണാൻ കഴിയും. അമ്മയെ കാണാതെ കുഞ്ഞു കരയുന്നു, ഡിവൈഎഫ്ഐയുടെ മനുഷ്യചങ്ങല ദുരിതമായി എന്ന രീതിയിലേക്കുള്ള ഫോട്ടോ വരും. ലൈവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സ്റ്റോറികളും ഇന്ന് വരും. പക്ഷെ അപ്പോഴും എന്തിനാണ് ഈ മനുഷ്യചങ്ങല സംഘടിപ്പിച്ചിരിക്കുന്നത്, എന്താണ് അതിന്റെ ആശയമെന്നൊന്നും അറിയാത്തതല്ല. പക്ഷെ അവർ നിങ്ങളോട് പറയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇന്നത്തെ വൈകുന്നേരത്തെ ചാനലുകളിൽ നിങ്ങൾ എന്തായാലും ഈ വാർത്തകൾ എന്തായാലും പ്രതീക്ഷിക്കണം. ഈ വാർത്തകൾ തന്നെയായിരിക്കും ഈ മനുഷ്യചങ്ങലയുമായി നിങ്ങളുടെ മുന്നിലെത്തുക. അത് സ്വിഗ്ഗിക്കാരൻ്റെ ആവട്ടെ, ഇല്ലെങ്കിൽ കരയുന്ന കുഞ്ഞിൻ്റെ ആവട്ടെ, എയർപോർട്ടിൽ പോകാൻ തിരക്ക് പിടിക്കുന്ന നമ്മുടെ പ്രവാസിയുടെ ആവട്ടെ, അല്ലെങ്കിൽ വീട്ടമ്മമാരുടെ സമരമാവട്ടെ, അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ ഇന്നത്തെ സമരത്തിന് വേണ്ടി, തകർക്കാൻ വേണ്ടി അവിടെ എവിടെയെങ്കിലൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും. അവരെ കാത്ത് പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ കണ്ണുകളും കാത്തിരിക്കുന്നുണ്ടാകും എന്നേ പറയാനുള്ളൂ. അപ്പോൾ വാടകയ്ക്ക് എടുത്ത ആളുകൾ ഇന്നത്തെ പ്രകടനം എങ്ങനെ ഉണ്ടാകുമെന്ന കാര്യം നമുക്ക് വൈകുന്നേരം കാണാം.